K.C. Venugopal ji, Shri Chennithala ji, and all my Kerala colleagues over here, and all my colleagues from Wayanad as well. I welcome all of you to this meeting, and I want to say how grateful I am for the immense love that all of you are giving me. എൻ്റെ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ശ്രീ KC വേണുഗോപാൽജി, രമേശ് ചെന്നിത്തലജി, അതുപോലെ വേദിയിലുള്ള എൻ്റെ സഹപ്രവർത്തകരെ, വയനാട്ടിലുള്ള എൻ്റെ സഹപ്രവർത്തകരെ, നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ എനിക്ക് നൽകുന്ന ഇത്രയും വലിയ സ്നേഹത്തിന് ഞാൻ എത്രമാത്രം നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. A few days ago I came to Wayanad to file my nomination papers to become the UDF candidate from Wayanad. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ വയനാട്ടിൽ എൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിയാകാൻ വേണ്ട നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി ഞാൻ വയനാട്ടിൽ വന്നു. I was arriving in my hotel at around 8 o'clock at night when on this road I saw 3 or 4 people standing, so I stopped and started speaking to them. അന്ന് നോമിനേഷൻ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ വന്നപ്പോൾ തലേ ദിവസം രാത്രിയിൽ ഞാൻ ഹോട്ടലിലേക്ക് വരുന്ന വഴിയിൽ രാത്രിയായിരുന്നു. ആ സമയത്തുള്ള റോഡിൽ 3-4 പേരുണ്ടായിരുന്നു. അവർ നിന്നപ്പോൾ ഞാൻ അവിടെ നിർത്തി. അവരെന്തോ സംസാരിക്കായിരുന്നു, ഞാൻ അവിടെ നിർത്തി. One of them was from the army. അതിൽ ഒരാൾ ആർമിയിൽ നിന്നുള്ള ആളായിരുന്നു. And he spoke Hindi also, so he explained to me that he had traveled all around the country with his job in the army. അദ്ദേഹത്തിന് ഹിന്ദി സംസാരിക്കാൻ അറിയാവുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറയായിരുന്നു, ആർമിയിലായിരുന്ന സമയത്ത് അദ്ദേഹം രാജ്യം മുഴുവൻ സഞ്ചരിച്ച കാര്യം എന്നോട് പറയുകയായിരുന്നു. And he said that my mother wants to meet you. അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് എന്നെ കാണണം എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. But he said she couldn't walk up to here because she has a problem with her leg. പക്ഷെ അദ്ദേഹം പറഞ്ഞു, റോഡിൽ വരെ പ്രിയങ്കജിയെ കാണാൻ വേണ്ടിയിട്ട് റോഡിൽ വരെ വരാൻ അമ്മയ്ക്ക് പറ്റില്ല, കാരണം അമ്മയുടെ കാലിൽ എന്തോ പ്രശ്നമുണ്ടായിരുന്നു, നടക്കാൻ പറ്റില്ല. So I said, take me to your house. And I walked with him towards his house. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അപ്പോൾ ശരി, എന്നാൽ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരാം, എന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അവരുടെ വീട്ടിലേക്ക് നടന്നുപോയി. When I reached his house, it was already dark. And in the veranda of his house, I saw his mother. She was wearing a white long dress. She was waiting. And when she saw me, she had never seen me before. She had never seen me before, but when she saw me, she hugged me and held me as if I was her child. അത് മാത്രമല്ല, ഞാൻ ആ വീട്ടിലേക്ക് നടന്നു പോയപ്പോൾ രാത്രിയായിരുന്നു. ആ സമയത്ത് വരാന്തയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അമ്മയെ കണ്ടു. വെള്ള ഡ്രസ്സിലിരിക്കുന്ന അമ്മയായിരുന്നു. ആ അമ്മ എന്നെ ആദ്യമായിട്ട് കാണുകയാണ്. മുമ്പ് അമ്മ എന്നെ കണ്ടിട്ടേ ഇല്ല. പക്ഷെ എന്നെ കണ്ടപ്പോൾ സ്വന്തം മകളെ പോലെ എന്നെ ആലിംഗനം ചെയ്ത് ആ അമ്മ ചേർത്ത് പിടിക്കുകയായിരുന്നു വയനാട്ടിൽ. And I can truthfully tell you, I did not feel any difference in the way she held me and the way my mother holds me. ഞാൻ നിങ്ങളോട് സത്യസന്ധമായിട്ട് പറയട്ടെ, ആ അമ്മ എങ്ങനെ എന്നെ ആലിംഗനം ചെയ്ത് ചേർത്ത് പിടിച്ചപ്പോൾ എൻ്റെ അമ്മ എന്നെ ആലിംഗനം ചെയ്യുന്നതും ആ അമ്മ എന്നെ ആലിംഗനം ചെയ്തതും തമ്മിൽ ഒരു വ്യത്യാസവും എനിക്ക് തോന്നിയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. She held my hand and took me in her home. She made me sit down and she put her rosary in my hand. അതുമാത്രമല്ല, ആ അമ്മ എൻ്റെ കൈ പിടിച്ചു എന്നെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ ഇരുത്തി. അതുമാത്രമല്ല, ആ അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന കൊന്ത എൻ്റെ കയ്യിൽ വെച്ച് തന്നു. Her name is Frisia, and she told me, this rosary you give to your mother. അത് മാത്രമല്ല, ആ അമ്മയുടെ പേരെന്തായിരുന്നു അറിയോ? ഫ്രീസിയ. എൻ്റെ കയ്യിൽ കൊന്ത വെച്ച് തന്നിട്ട് ആ അമ്മ എന്നോട് പറഞ്ഞു, ഈ റോസറി, ഈ കൊന്ത കൊണ്ടുപോയി നിങ്ങളുടെ അമ്മയ്ക്ക് കൊടുക്കണം, അതായത് സോണിയ മാമിന് കൊടുക്കണം എന്നാണ് ആ അമ്മ എന്നോട് പറഞ്ഞത്. I felt like I have not even stepped into Wayanad and I already have a mother here. അത് മാത്രമല്ല, എനിക്ക് എന്താ തോന്നിയെന്നറിയോ? ഞാൻ വയനാട്ടിലോടൊന്ന് കാലെടുത്ത് വെച്ചതേ ഉള്ളൂ, അപ്പോഴേ എനിക്ക് ഇവിടെ ഒരു അമ്മയെ കിട്ടിയെന്നാണ് അന്നത്തെ ദിവസം എനിക്ക് തോന്നിയത്. That is how you made me feel. In the first moment that I stepped onto your soil. നിങ്ങളുടെ ഈ മണ്ണിൽ, വയനാടിൻ്റെ മണ്ണിൽ ആദ്യത്തെ പ്രാവശ്യം കാലെടുത്ത് വെച്ചപ്പോൾ വയനാട്ടുകാരായി നിങ്ങൾ എന്നെ അങ്ങനെയാണ് എനിക്ക് തോന്നിപ്പിച്ചത്. എനിക്കൊരു അമ്മയെ തന്നതുപോലെയാണ് നിങ്ങൾ എന്നെ തോന്നിപ്പിച്ചത്. When I was sitting next to Frisia and she handed me the rosary, it reminded me immediately of when I was 19 years old. ഞാൻ ഫ്രേസിയ എന്ന് പറയുന്ന അമ്മയുടെ അടുത്തിരുന്നപ്പോൾ ആ അമ്മ എൻ്റെ കയ്യിൽ കൊന്ത തന്നപ്പോഴൊക്കെ ഞാൻ 19 വയസ്സ്, എനിക്ക് 19 വയസ്സുണ്ടായിരുന്ന ആ സമയത്തെക്കുറിച്ചാണ് ഞാൻ ആലോചിച്ചത്. My father had just died and maybe 6 or 7 months later, Mother Teresa had come to my house to meet my mother. എൻ്റെ
അച്ഛൻ മരിച്ച സമയമായിരുന്നു. ആ സമയം ഒരു 5-6 മാസം കഴിഞ്ഞ ശേഷം ഒരു പ്രാവശ്യം മദർ തെരേസ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയെ കാണാൻ വന്ന സമയമായിരുന്നു. I had fever, so I was lying down in my bed. I didn't go out of the room. ആ സമയത്ത് എനിക്ക് പനി പിടിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ മദർ തെരേസ വന്നപ്പോൾ ഞാൻ കാണാൻ പോയില്ല. ഞാൻ എൻ്റെ റൂമിൽ തന്നെ ബെഡിൽ കിടക്കുകയായിരുന്നു. But she asked to see me, and she came into my room and she sat by my bedside and she put her hand on my head. പക്ഷെ മദർ തെരേസ എനിക്ക് പോയി കാണാൻ പറ്റിയില്ല. പക്ഷെ എന്നെ കാണണമെന്ന് പറഞ്ഞ് ആ റൂമിൽ വന്നു. ഞാൻ കിടക്കുകയായിരുന്നു. അമ്മ എൻ്റെ തലയിൽ ഇങ്ങനെ കൈവച്ചു. And just like Frasier, she took my hand and she put her rosary in my hand. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വയനാട്ടിൽ വന്നപ്പോൾ ഫ്രേസിയ എന്ന അമ്മ എൻ്റെ കയ്യിൽ ആ കൊന്ത വെച്ച് തന്നതുപോലെ അന്ന് മദർ തെരേസ എൻ്റെ കൈ പിടിച്ച് മദർ തെരേസയുടെ കയ്യിലിരുന്ന കൊന്ത എൻ്റെ കയ്യിൽ വെച്ച് തന്നു. And I think she saw that I was suffering because my father had died and I was troubled. And she probably may have realized that maybe I had fever because I was suffering and I was sad. ആ സമയം എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞ സമയമായിരുന്നു. അന്ന് മദർ തെരേസയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയാണ്, ഞാൻ വിഷമിച്ചിരിക്കുകയാണ്, ഞാൻ കഷ്ടപ്പാടിലൂടെ കടന്നു പോവുകയാണ്, അതുകൊണ്ടാണ് എനിക്ക് പനി പിടിച്ചതെന്നൊക്കെ മനസ്സിലാക്കിയിട്ടാവും ഒരു പക്ഷേ ആ കൊന്ത എൻ്റെ കയ്യിൽ വെച്ച് തന്നത്. And she said to me, "You come and work with me." അന്ന് മദർ തെരേസ എന്നോട് പറഞ്ഞു, എൻ്റെ കൂടെ വന്ന് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. So about 5 or 6 years later, after I got married and I had my own home, I went to work with Mother Teresa's sisters in Delhi. വിവാഹം കഴിഞ്ഞ് 5-6 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ വിവാഹം കഴിഞ്ഞ് എനിക്ക് സ്വന്തം കുടുംബമൊക്കെ ആയ ശേഷം മദർ തെരേസയുടെ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയോടൊപ്പം പ്രവർത്തിക്കാൻ വേണ്ടി ഞാൻ ഡൽഹിയിൽ പോയി. So I started, my job was to teach the little children there some English and some Hindi. എൻ്റെ ആദ്യത്തെ അവിടുത്തെ തൊഴിൽ മദർ തെരേസയുടെ സന്യാസി സമൂഹത്തോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അവിടെയുള്ള കൊച്ചു കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക, ഹിന്ദി പഠിക്കുക എന്നൊക്കെയുള്ള ജോലി ചെയ്താണ് ഞാൻ അവിടെ തുടങ്ങിയത്. This is the first time that I'm talking about this in public, but it has a context. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പൊതുവേദിയിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷെ ഇന്ന് നിങ്ങളോട് അത് പറയാൻ ഒരു സാഹചര്യമുണ്ട്. So my job was to teach the children, but on Tuesdays we also cleaned the bathrooms. We washed and mopped the floors. I helped to cook the food sometimes. Sometimes we taught them how to paint. Sometimes we took them for outings. കുട്ടികളെ പഠിപ്പിക്കുകയായിരുന്നു എൻ്റെ ജോലി. പക്ഷെ ചില ദിവസങ്ങളിൽ എനിക്ക് പാചകം ചെയ്യേണ്ടി വരും. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പാചകം ചെയ്യണം, അവിടെയൊക്കെ വൃത്തിയാക്കേണ്ടി വരും. കുട്ടികളെ ചിലപ്പോൾ പെയിന്റ് ചെയ്യാൻ പഠിപ്പിക്കേണ്ടി വരും. ചിലപ്പോൾ ഈ കുട്ടികളെ കൊണ്ട് പുറത്തു പോകേണ്ടി വരും. ഇതൊക്കെയാണ് അവിടെ ചെയ്തിരുന്നത്. And by working with them, I began to understand their suffering and their pain and what service means. അവരോടൊപ്പം പ്രവർത്തിക്കുമ്പോൾ, മദർ തെരേസയുടെ സന്യാസി സമൂഹത്തോടൊപ്പം പ്രവർത്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി കഷ്ടപ്പാട് എന്താണ്, ദുഃഖം എന്താണ് എന്ന് മനസ്സിലായി. അതുപോലെ സേവനം എന്താണ് എന്ന് എനിക്ക് ആ സമയത്ത് മനസ്സിലായി. And how a community can support those who have less, those who are suffering, those who are in trouble. അതുപോലെ അന്ന് എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് ഒരു സമൂഹത്തിന് ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് കഷ്ടപ്പെടുന്നവരെ, നമ്മളെക്കാൾ കുറച്ചുള്ളവരെ, ബുദ്ധിമുട്ടുള്ളവരെ എങ്ങനെയാണ് സഹായിക്കാൻ പറ്റുക എന്ന് എനിക്ക് മനസ്സിലായി. When I came here with my brother after the terrible landslide, കഴിഞ്ഞ പ്രാവശ്യം ചൂരൽ മലയിലെ ഏറ്റവും വലിയ അവിടുത്തെ ഉണ്ടായ ബുദ്ധിമുട്ടിന് ശേഷം, അവിടുത്തെ മണ്ണിടിച്ചിലിന് ശേഷം ഇവിടെ വന്നപ്പോൾ, എൻ്റെ സഹോദരൻ്റെ കൂടി വന്നപ്പോൾ അതെനിക്ക് മനസ്സിലായി. I immediately recognized the way the community came together to help people. ഇവിടെ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി എങ്ങനെയാണ് വയനാട്ടിലെ ഒരു സമൂഹം മുഴുവൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരുമിച്ച് വന്നതെന്ന്. I saw that each one of you, no matter what religion you were from, no matter what your profession was, each one of you did whatever you could to help the other. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മതം എന്തായിക്കൊള്ളട്ടെ, നിങ്ങളുടെ തൊഴിൽ എന്തായിക്കൊള്ളട്ടെ, ആ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുന്നവരെ കഷ്ടപ്പെടാൻ നിങ്ങൾ ആവുന്നത് നിങ്ങൾ ഓരോരുത്തരും ചെയ്തതാണ് എനിക്ക് കാണാൻ സാധിച്ചത്. Many times in situations like this where there are disasters, you also see human greed. You see people trying to be greedy or taking more away from those who are suffering. I never saw that over here. നിങ്ങൾക്കറിയാം, ഇതുപോലെയുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ പലയിടത്തും മനുഷ്യരുടെ അത്യാഗ്രഹം നമ്മൾ കാണാറുണ്ട്. മനുഷ്യർ പലതും മറ്റുള്ളവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എടുത്തു പോകുന്നത് കാണാനുണ്ട്. പക്ഷേ ഞാനത് ഒരിക്കലും മനുഷ്യൻ അത്യാഗ്രഹത്തോടെ പെരുമാറുന്നത് ഞാൻ വയനാട്ടിൽ കണ്ടില്ല. Even the youngest of children who had lost their entire families had a lot of dignity. They
talked to us, they spoke to us with dignity, with a certain inner pride, which made me proud of them. നിങ്ങൾക്കറിയാം, അത് മാത്രമല്ല, ഏറ്റവും ചെറിയ കുട്ടികൾ പോലും, ജീവിതത്തിൽ എല്ലാവരെയും നഷ്ടപ്പെട്ട ചെറിയ കുട്ടികൾ പോലും ഞങ്ങളോട് സംസാരിച്ചത് അന്തസ്സോടുകൂടിയാണ്. അവരുടെ ഉള്ളിൽ ആത്മാഭിമാനത്തോടു കൂടിയാണ് ഞങ്ങളോട് അവർ സംസാരിച്ചത്. അത് കണ്ടപ്പോൾ എനിക്ക് അവരെക്കുറിച്ച് വളരെയധികം അഭിമാനം തോന്നി. You are a courageous people. It's in your history. You fought against the British. You rose up when people were afraid to rise. നിങ്ങൾ വയനാട്ടിലെ ജനങ്ങൾ എന്ന് പറയുന്നത് ധൈര്യമുള്ള ജനങ്ങളാണ്. അത് നിങ്ങളുടെ ചരിത്രത്തിലുണ്ട്. നിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ എല്ലാവരും പൊടപെടുത്താൻ ഭയന്നപ്പോൾ നിങ്ങൾ ധൈര്യത്തോടെ പോരാടിയവരാണ് ഇവിടുത്തെ ജനങ്ങൾ. You have a beautiful, I would say, this whole, all your hills, your forests are so beautiful. I was flying over them today and I could see the river was looking like a silver string running through it. It was so beautiful. You have a beautiful land. നിങ്ങളുടെ വയനാട് എന്ന് പറയുന്നത് എന്ത് മനോഹരമായ ഒരു ഭൂമിയാണ്. നിങ്ങളുടെ മലകളും ഇവിടുത്തെ മരങ്ങളും ഒക്കെ. ഞാൻ ഇന്ന് വയനാട്ടിന് മുകളിലൂടെ പറഞ്ഞപ്പോൾ നദികൾ, ചെറിയ വെള്ളി രേഖകൾ പോലെ നദികൾ കാണുന്നു. വളരെ മനോഹരമായ ഒരു ഭൂമിയാണ് നിങ്ങൾക്ക് ഇവിടെ വയനാട്ടിലുള്ളത്. A rich history, the Arakal caves, and a history of harmony amongst people, where everyone from every religion lives in harmony and peace together. നിങ്ങൾക്ക് വളരെ സമ്പന്നമായ ഒരു ചരിത്രമുണ്ട്. ഇടയ്ക്കൽ ഗുഹകളൊക്കെ ചേർന്നിട്ടുള്ള സമ്പന്നമായ ഒരു ചരിത്രം. അത് മാത്രമല്ല, എല്ലാ മതങ്ങളിൽപ്പെട്ട ആളുകളും സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്ന ഒത്തൊരുമയുടെ ഒരു പാരമ്പര്യവും ചരിത്രവും കൂടി വയനാട്ടിനുണ്ട്. You are an agricultural community that feeds the whole nation. നിങ്ങളൊരു കർഷക സമൂഹമാണ്. സമൂഹത്തിന് മുഴുവൻ, രാജ്യത്തിന് മുഴുവൻ അന്നം നൽകുന്ന കർഷക സമൂഹം. Your values are strong. You believe in equality, social justice. It is apparent everywhere. You are followers of Narayan Guruji. നിങ്ങളുടെ മൂല്യങ്ങൾ വളരെ ശക്തമാണ്. നിങ്ങൾ തുല്യതയിൽ വിശ്വസിക്കുന്നു, സാമൂഹിക നീതിയിൽ വിശ്വസിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ ശ്രീനാരായണ ഗുരുവിന്റെ പിൻഗാമികളാണ്. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ്. And you honor the teachings of all the religions of people who live here. അത് മാത്രമല്ല, ഈ നാട്ടിൽ ജീവിച്ചിരുന്ന മഹാന്മാരായ വ്യക്തികളുടെ എല്ലാ മതങ്ങളിലും ഉള്ളവരുടെ അവർ പഠിപ്പിച്ചത് എന്താണോ, ആശയങ്ങൾ എന്താണോ, അതിനെ നിങ്ങൾ ഓരോരുത്തരും ആദരിക്കുന്നു. How can I not be the proudest person in India today to have this opportunity to represent you? ഇന്ന് ഞാൻ എങ്ങനെയാണ് ഇന്ത്യയിലെ ഏറ്റവും അഭിമാനമുള്ള വ്യക്തിയായി മാറുന്നത്? വയനാടിനെ പ്രതിനിധീകരിക്കുക, വയനാട്ടിലെ ജനപ്രതിനിധിയാകുന്ന എന്നതിലൂടെ ഇന്ത്യയിലെ ഏറ്റവും അഭിമാനമുള്ള വ്യക്തിയായി എനിക്ക് മാറാതിരിക്കാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന്. If you elect me, it will be the greatest honor for me. നിങ്ങൾ എന്നെ നിങ്ങളുടെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആദരമായി ഞാൻ അതിനെ കണക്കാക്കും. You know the times we are living in, when there is a BJP government at the center. നിങ്ങൾക്കറിയാം, കേന്ദ്രത്തിൽ ഒരു BJP ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്ന ഒരു കാലഘട്ടം, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. Where fear and mistrust and anger is spread amongst different communities. നമ്മുടെ രാജ്യത്തെ വിവിധ സമുദായങ്ങൾക്കിടയിൽ ഭയം, അതുപോലെ തന്നെ ദുരിതം, ദേഷ്യം, ഇതെല്ലാം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. You have seen the attacks that take place on minorities. You have seen what's happened in Manipur. You have seen again and again the spread of anger, the spread of hatred by this government, concerted in a planned fashion. നിങ്ങൾ കാണുന്നുണ്ട് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ എന്തുമാത്രം അക്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം എന്തുമാത്രമാണ് മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെന്നറിയാം. രാജ്യത്ത് മുഴുവൻ വെറുപ്പും വിദ്വേഷവും ഭയവും എങ്ങനെയാണ് ആസൂത്രിതമായി ഈ ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്, പടർത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയാം. The values of our constitution are constantly being subverted. നമ്മുടെ രാജ്യത്തെ ഭരണഘടനയുടെ മൂല്യങ്ങളെ നിരന്തരം അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. And policy after policy is made to favor the Prime Minister's friends rather than for the good of the public. Darren, हो गया क्या? Relax guys, evolution takes time. My science, Nobel Prize छोड़ो, लेकिन no we fail. Newton, एप्पल खाना बंद करो. Presentation 15 मिनट में है. Gravity में बनाते हैं. With thousands of presentation templates, never start with a blank page. Fruity Mari. Canva, दिल से डिजाइन तक. मेरा भरोसा ऑप्टिमम न्यूट्रिशन, दुनिया का नंबर 1 स्पोर्ट्स न्यूट्रिशन ब्रांड. ആദിവാസികളുടെ പാരമ്പര്യത്തോട്
ബഹുമാനമില്ല, അവരുടെ പാരമ്പര്യം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. അവരുടെ ഭൂമി എടുത്ത് ഈ രാജ്യത്തെ വൻകിട സമ്പന്നരായ വ്യവസായികൾക്ക് നൽകുകയാണ് ഈ ഗവൺമെന്റ് ചെയ്യുന്നത്. Here in Wayanad, you have a strong agricultural community. You grow coffee, rice, pepper, ginger, areca. നിങ്ങൾ ഇവിടെ വയനാട്ടിൽ വളരെ ശക്തമായ ഒരു കർഷക സമൂഹമുണ്ട്. നിങ്ങൾ കാപ്പി കൃഷി നടത്തുന്നു, നിങ്ങൾ ഇഞ്ചി കൃഷി നടത്തുന്നു, നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ അടയ്ക്ക കൃഷി നടത്തുന്നു, നിങ്ങൾ നെൽകൃഷി നടത്തുന്നു. ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇഞ്ചി കൃഷി നടത്തുന്നുണ്ട്. Again and again the promises to give you MSP for your crops ring hollow. അത് മാത്രമല്ല, നിങ്ങൾക്ക് വീണ്ടും വീണ്ടും നിങ്ങളുടെ കാർഷിക വിലകൾക്ക് മിനിമം താങ്ങുവില നൽകാം എന്ന് പറയുന്ന വാഗ്ദാനം പൊള്ളയായ വാഗ്ദാനമാണ് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. Your tourism industry is strong, but so much more can be done to strengthen it further. നിങ്ങളുടെ വിനോദസഞ്ചാര വ്യവസായം എന്ന് പറയുന്നത് വളരെ ശക്തമാണ്. പക്ഷേ അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ധാരാളം കാര്യങ്ങൾ ഇനിയും ചെയ്യേണ്ടതുണ്ട്. I see so many small shops, small businesses. All of you have suffered because of the government's policies. While you have to answer to them for GST and all sorts of taxes, and prices are rising, and my sisters find it difficult to move forward. Big businessmen flourish and they get all the benefits from the central government. നിങ്ങൾ ഇവിടെ ഇപ്പൊ ഞാൻ കാണുന്നുണ്ട്, സാധാരണ കൊച്ചു കൊച്ചു കടകളുണ്ട്, ചെറിയ ചെറിയ കച്ചവടക്കാരുണ്ട്. ചരക്ക് സേവന നികുതി പോലെയുള്ള നയങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ധാരാളം ബുദ്ധിമുട്ടുണ്ട്. ഇവിടെയുള്ള എൻ്റെ സഹോദരിമാർ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുകയാണ്. അതേസമയം ഗവൺമെന്റിന്റെ നയങ്ങൾ എപ്പോഴും സഹായിക്കുന്നത് വലിയ ബിസിനസ്സുകാരെയും അവർ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. Unemployment is at an all-time high in the country. നമ്മുടെ രാജ്യത്ത് തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ വലിയ നിരക്കിലാണ് ഇന്നുള്ളത്. Parents work hard to educate their children, but they see no future for them. നമ്മുടെ മാതാപിതാക്കൾ സ്വന്തം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെടുകയാണ്. പക്ഷെ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഭാവി കാണാൻ അവർക്ക് സാധിക്കുന്നില്ല. You have a hub of sports here, and I know you love soccer, but your facilities are not good enough. They need to be improved. New opportunities need to be created for all these young boys who train so hard and work so hard to play for their state, to play for their country. എനിക്കറിയാം, വയനാട്ടിലുള്ള നിങ്ങൾക്ക് സ്പോർട്സ്, കായിക വിനോദങ്ങൾ വളരെ ഇഷ്ടമാണ്, ഫുട്ബോൾ വളരെ ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാകേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി, സംസ്ഥാനത്തിന് വേണ്ടി ഒക്കെ കളിക്കാൻ തയ്യാറായി നിൽക്കുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടി കൂടുതൽ സംവിധാനങ്ങൾ ആ മേഖലയിൽ ഉണ്ടാകേണ്ട ആവശ്യമുണ്ട്. And over the years, because of the change in the kind of crops you are growing, you have developed a water issue here as well that needs resolution. അത് മാത്രമല്ല, നിങ്ങൾ വർഷങ്ങളായി പലതരത്തിലുള്ള വിളകൾ നിങ്ങൾ കൃഷി ചെയ്യുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ജലവുമായിട്ട് ബന്ധപ്പെട്ട്, ജലസേചനവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. അതും പരിഹരിക്കേണ്ടതുണ്ട് എന്ന് എനിക്കറിയാം. The tribal community needs access to healthcare, needs better access to education. You need better houses. അത് മാത്രമല്ല, ഇവിടുത്തെ ആദിവാസി സമൂഹത്തിന് കൂടുതൽ ആരോഗ്യ മേഖലയിൽ കൂടുതൽ പ്രവേശിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം, കൂടുതൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ഉണ്ടാകണം, അതുപോലെ കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉണ്ടാവണം. While I was coming here, some girls were standing outside their school. They stopped me and I asked them, what is the biggest thing that you think needs to be done? And they told me again about the medical college. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വഴിയിൽ കുറച്ച് പെൺകുട്ടികൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവരോട് സംസാരിച്ചിട്ട് അവരോട് ചോദിച്ചു, നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്താണ്, ഏറ്റവും അത്യാവശ്യമായി ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി മെഡിക്കൽ കോളേജ് എന്നതാണ്. And how important healthcare services are. എനിക്കറിയാം, ആരോഗ്യ പരിരക്ഷാ സംവിധാനങ്ങൾ എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് അറിയാം. I know my brother has been fighting for it and he has managed, at least with some pressure, to get some progress. But I promise you to fight as hard as him, if not harder, so that they should provide you with the facilities. എനിക്കറിയാം, എൻ്റെ സഹോദരൻ എന്നോട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വയനാട്ടുകാർക്ക് ഒരു മെഡിക്കൽ കോളേജ് കിട്ടുന്നതിന് വേണ്ടി എൻ്റെ സഹോദരൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അതിൽ കുറച്ചെങ്കിലും പുരോഗതി ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് എനിക്ക് കരുതുന്നു. ഞാൻ എൻ്റെ സഹോദരനെ എത്രമാത്രം വയനാട്ടിലെ മെഡിക്കൽ കോളേജിന് വേണ്ടി പ്രവർത്തിച്ചു, അതുപോലെ ശക്തമായി നിങ്ങൾക്ക് മെഡിക്കൽ കോളേജ് ലഭ്യമാക്കാൻ ഞാൻ പ്രവർത്തിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. Another gentleman stopped me on the road while coming here and he told me, he said, promise me that you are going to fight about the night ban, because I come from that side and I do not get leave of 2 days and I have to leave at 4 o'clock to be able to come through the forest. He said, promise me you will fight for it. And he said, promise that you will fight to find some resolution, as much as can be done,
for the man and animal conflict that we are facing. അത് മാത്രമല്ല, ഞാൻ വഴിയിൽ വരുന്നപ്പോൾ മറ്റൊരാൾ എന്നെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, എനിക്ക് ഉറപ്പ് നൽകൂ, എനിക്ക് വാഗ്ദാനം നൽകൂ, നിങ്ങളാൽ പറ്റുന്നത് ഇവിടുത്തെ യാത്രാ നിരോധനം ഇല്ലാതാക്കാൻ വേണ്ടി നിങ്ങളാൽ പറ്റുന്നത് ചെയ്യാം എന്ന് എനിക്ക് ഉറപ്പ് നൽകുന്നു. കാരണം എനിക്ക് 2 ദിവസത്തെ ലീവ് കിട്ടുന്നില്ല, കാട്ടിൽ കൂടെ വന്ന് തിരിച്ചു പോകാനുള്ള ലീവ് എനിക്ക് കിട്ടുന്നില്ല. അതുപോലെ നിങ്ങൾ എനിക്ക് ഉറപ്പ് നൽകുന്നു, ഉറപ്പ് നൽകണം, ഇവിടുത്തെ വന്യജീവി സംഘർഷം ഇല്ലാതാക്കാനും നിങ്ങൾക്ക് പറ്റുന്നത് പോലെ പ്രവർത്തിക്കാം എന്ന് എനിക്ക് ഉറപ്പ് നൽകണമെന്ന് ആ മനുഷ്യൻ എന്നോട് ആവശ്യപ്പെട്ടു. So I'm beginning to get an understanding of what are the real issues here and what are the things that are really close to your heart that you want resolution for. ഈ സംസാരത്തിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കി തുടങ്ങുകയാണ് വയനാട്ടുകാരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ മനസ്സിനോട് അടുത്ത് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായി പരിഹരിക്കേണ്ട നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി തുടങ്ങുകയാണ്. But this is just the beginning for me. I want to come to you, I want to meet you, understand from you, my sisters standing here, my brothers, my farmer brothers, my tribal brothers and sisters. I want to hear from you directly what are your concerns, how we should work towards it and find solutions together with you. പക്ഷേ ഇതെനിക്കൊരു തുടക്കം മാത്രമാണ്. ഞാൻ ഇവിടെ നിൽക്കുന്ന നിങ്ങളോട്, ഇവിടെ നിൽക്കുന്ന എൻ്റെ സഹോദരങ്ങൾ, ഇവിടെ എൻ്റെ സഹോദരിമാർ, അതുപോലെ തന്നെ കർഷകരായ എൻ്റെ സഹോദരർ, അതുപോലെ ആദിവാസികളായ സഹോദരർ, നിങ്ങളുടെ ഓരോരുത്തരുടെയും അടുത്ത് വന്ന് സംസാരിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. I understand what my responsibility is. When I see you all standing here and you have come here to hear me speak, I know that you are coming here out of love for my brother also. എനിക്ക് എൻ്റെ ഉത്തരവാദിത്വം എന്താണെന്ന് കൃത്യമായി അറിയാം, വ്യക്തമായി അറിയാം. നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് ഇന്ന് സ്നേഹത്തോടു കൂടി എന്നെ കേൾക്കാൻ വന്ന് നിൽക്കുമ്പോൾ എനിക്കറിയാം നിങ്ങളിവിടെ വന്ന് നിൽക്കുന്നത് എൻ്റെ സഹോദരനോടുള്ള സ്നേഹം കൂടി കൊണ്ടാണെന്ന് എനിക്ക് വളരെ നന്നായി അറിയാം. I am his sister. I know what a heavy heart he had when he had to leave you. ഞാൻ അദ്ദേഹത്തിൻ്റെ സഹോദരിയാണ്. നിങ്ങളെ Wayanad is laughing, he also knows. നിങ്ങളെ വയനാട്ടിലെ മണ്ഡലം ഉപേക്ഷിക്കേണ്ടി വന്നപ്പോൾ, വയനാട്ടിലെ ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എത്രമാത്രം ദുഃഖമുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. വേണുജി ചിരിക്കുകയാണ്, കാരണം അദ്ദേഹത്തിനും അതിനെപ്പറ്റി അറിയാം. You gave him love when everybody had turned their back on him. എല്ലാവരും അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞപ്പോൾ വയനാട്ടിലെ നിങ്ങൾ ഓരോരുത്തരും അദ്ദേഹത്തിന് സ്നേഹം നൽകി. It is you, each one of you, each one standing here, each person who lives in Wayanad, every brother, every sister, every child, every mother, every father who gave him the courage to walk 4,000 kilometers and travel another 4,000 kilometers across this country for unity and peace. അത് മാത്രമല്ല, ഇത് നിങ്ങൾ ഓരോരുത്തരുമാണ്, വയനാട്ടിലെ നിങ്ങൾ ഓരോരുത്തരുമാണ്. വയനാട്ടിലെ ഓരോ അച്ഛനും, വയനാട്ടിലെ ഓരോ അമ്മയും, വയനാട്ടിലെ ഓരോ കുഞ്ഞും, വയനാട്ടിലെ ഓരോ കർഷകരും, നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ രാജ്യത്തിൻ്റെ 4000 കിലോമീറ്റർ ഈ രാജ്യം മുഴുവൻ നടക്കാൻ, മറ്റൊരു 4000 കിലോമീറ്റർ ഈ രാജ്യം മുഴുവൻ നടക്കാൻ, ഈ രാജ്യത്തിൻ്റെ ഐക്യത്തിനും സ്നേഹത്തിനും വേണ്ടി പോരാടാനുള്ള ധൈര്യം എൻ്റെ സഹോദരന് നൽകിയത് വയനാട്ടുകാരായ നിങ്ങൾ ഓരോരുത്തരുമാണ്. He has a deep relationship with you. He even tells me, not just in public, in private also he tells me that you are his family. He does not treat you like an electorate, he treats you like a family. അദ്ദേഹത്തിന് നിങ്ങളോട് വളരെ ആഴത്തിലുള്ള ഒരു ബന്ധമുണ്ട്. പൊതുവേദിയിൽ മാത്രമല്ല, സ്വകാര്യമായിട്ട് അദ്ദേഹം എന്നോട് പറയും, നിങ്ങളെ അദ്ദേഹം കാണുന്നത് അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്ന സമ്മതിദായകരായിട്ടല്ല, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ആളുകളായിട്ടല്ല, വയനാട്ടുകാരെ സ്വന്തം കുടുംബമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. Today we are fighting a very big battle. ഇന്ന് നമ്മൾ വലിയൊരു യുദ്ധമാണ്, നമ്മൾ ഇന്ന് പോരാട്ടമാണ് നമ്മൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. And he is leading that battle. ആ യുദ്ധം, ആ പോരാട്ടത്തെ നയിക്കുന്നത് എൻ്റെ സഹോദരനായ അദ്ദേഹമാണ്. And all of us are fighting for the values on which this country was built. നമ്മൾ എല്ലാവരും ഇന്ന് പോരാടുന്നത് ഈ രാജ്യം ഏത് മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണോ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആ മൂല്യങ്ങൾക്ക് വേണ്ടിയാണ്. We are fighting for the values of our constitution. നമ്മൾ നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് പോരാടിക്കൊണ്ടിരിക്കുന്നത്. Today we are fighting for democracy. നമ്മൾ ജനാധിപത്യത്തിന് വേണ്ടിയാണ് ഇന്ന് പോരാടിക്കൊണ്ടിരിക്കുന്നത്. Today we are fighting for equality. നമ്മൾ ഇന്ന് തുല്യതയ്ക്ക് വേണ്ടിയാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത്. Today we are fighting for the truth. നമ്മൾ ഇന്ന് സത്യത്തിന് വേണ്ടിയാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത്. And each one of you
is an important soldier in this fight. ഈ പോരാട്ടത്തിൽ ഇവിടെ നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇതിലെ ഓരോ പോരാട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭടനാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. So please understand that along with me you also have a responsibility towards your country. നിങ്ങൾ പ്രധാനപ്പെട്ടതായി ഒന്ന് മനസ്സിലാക്കുക, എന്നോടൊപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ രാജ്യത്തോട് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. Because if there is a time to stand for what is right, if there is a time to stand for the truth, if there is a time to stand up for democracy, it is now. എപ്പോഴെങ്കിലും ഈ രാജ്യത്ത് സത്യത്തിന് വേണ്ടി നിൽക്കേണ്ട ഒരു സമയമുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും ഈ രാജ്യത്ത് ശരിക്ക് വേണ്ടി നിൽക്കേണ്ട ഒരു സമയമുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും ഈ രാജ്യത്ത് ജനാധിപത്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു സമയമുണ്ടെങ്കിൽ അത് ഇന്നാണ്, ഈ സമയമാണെന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And each one of you with this one vote of yours can stand up for the right thing. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭ്യമായ ഈ ഒരു വോട്ട് കൊണ്ട് എന്താണ് ശരി, ആ ശരിക്ക് വേണ്ടി നിലനിൽക്കാൻ സാധിക്കും. So somebody asked me, one journalist, while I was coming here, what is your expectation, Priyanka ji? ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരാൾ ചോദിച്ചു, ഒരു പത്രപ്രവർത്തകൻ എന്നോട് ചോദിച്ചു, പ്രിയങ്കാജി താങ്കളുടെ പ്രതീക്ഷ എന്താണ്? And he was saying, so many lakh votes and so many lakh votes, that is not my expectation. അദ്ദേഹം പറയായിരുന്നു, ഇത്ര ലക്ഷം വോട്ടുകൾ. ഞാൻ പറയാം, എൻ്റെ പ്രതീക്ഷ അതൊന്നുമല്ല. My expectation is simply that you look within your hearts. എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത്, എൻ്റെ ഒരേ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കണം എന്നതാണ് എൻ്റെ ഒരേ ഒരു പ്രതീക്ഷ. And you recognize what is happening around you today, and you recognize that this is the time where your vote has to go for democracy, for peace, for equality, for India. അത് മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയണം. നിങ്ങൾ മനസ്സിലാക്കണം, ഈ സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ വോട്ട് ജനാധിപത്യത്തിന് വേണ്ടി പോകേണ്ടതാണ്, തുല്യതയ്ക്ക് വേണ്ടി പോകേണ്ടതാണ്, നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടി, നിങ്ങളുടെ ഇന്ത്യക്ക് വേണ്ടി ചെയ്യേണ്ടതാണ് നിങ്ങളുടെ വോട്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ട സമയമാണിത്. As far as I am concerned, if you choose to elect me as your member of parliament, I can promise you this: I will work as hard for you as I possibly can. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ എന്നെ നിങ്ങളുടെ പ്രതിനിധിയായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ കാര്യം എനിക്ക് ഉറപ്പ് നൽകാൻ സാധിക്കും. എനിക്ക് പറ്റുന്ന അത്രയും, എനിക്ക് സാധ്യമായ അത്രയും നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടാൻ, കഠിനാധ്വാനം ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. I will stand side by side with you and I will fight for your issues. I will raise your voice in parliament. I will do everything in my power to help you resolve what your issues are. നിങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഈ പാർലമെന്റിൽ ഉയർത്തുവാൻ, നിങ്ങളുടെ ശബ്ദമാകുവാൻ എനിക്ക് സാധ്യമായതെല്ലാം ചെയ്യും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. I will fight for the young people of Wayanad, especially for my young girls, for my sisters, for a strong and independent future for all of you. ഞാൻ വയനാട്ടിലെ യുവജനതയ്ക്ക് വേണ്ടി ഞാൻ പോരാടും. അത് മാത്രമല്ല, വയനാട്ടിലെ എൻ്റെ ചെറുപ്പക്കാരികളായ സഹോദരിമാർക്ക് വേണ്ടി, എൻ്റെ സഹോദരിമാർക്ക് വേണ്ടി, അവർക്ക് സ്വതന്ത്രമായ ഒരു ഭാവി ഉറപ്പാക്കുന്നതിന് വേണ്ടി ഞാൻ പോരാടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. If you give me your trust, I will not let you down. നിങ്ങളുടെ വിശ്വാസം എനിക്ക് നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് മുൻപിൽ നിങ്ങളെ ഞാൻ ഒരിക്കലും പരാജയപ്പെടുത്തുകയില്ല എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. So I hope to see you again soon. And I hope that if you do elect me as your MP, you will be happy with me and you will see that I will not let you down. അത് മാത്രമല്ല, ഞാൻ നിങ്ങളെ വളരെ വേഗം അടുത്ത് തന്നെ കാണാമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ MP ആയി പാർലമെന്റ് ജനപ്രതിനിധിയായി നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കും. നിങ്ങൾ എന്നോട് തെരഞ്ഞെടുക്കുന്നതിൽ നിങ്ങൾ സന്തുഷ്ടരായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എന്നെ വിശ്വസിക്കുമെന്നും ഒരിക്കലും ഞാൻ കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. I am most grateful for the love you have given me. Even in this 1.5 hours since I have landed here and I have reached your meeting, I have got nothing but love for you. And no matter what, that love will always be reciprocated in my heart and I will always be here for you. Thank you. നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹത്തിന് ഞാൻ വളരെയധികം വീണ്ടും പറയാണ്, വളരെയധികം കടപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് വന്ന 1.5 മണിക്കൂർ എനിക്ക് നിങ്ങൾ സ്നേഹം മാത്രമേ തന്നിട്ടുള്ളൂ. എല്ലാ കാലത്തും എൻ്റെ ഹൃദയത്തിൽ ആ സ്നേഹം ഉണ്ടാകും. എന്ത് സംഭവിച്ചാലും ഞാൻ ആ സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു തരും. നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും എന്ന് ഉറപ്പ് നൽകുന്നു. നന്ദി. Thank you.